കടുകൊന്ന് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് അരച്ച് അരപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് ഇളക്കാം. ആ അരപ്പൂടെ ചെറുതായിട്ടൊന്ന് ഇനി അരപ്പിട്ട് കഴിഞ്ഞാൽ വലുതായിട്ട് തിളക്കരുത്. ഓക്കെ, എല്ലാം കൂടെ ചേർത്ത് നമുക്ക് അരപ്പും ഉപ്പും കിഴങ്ങും എല്ലാം കൂടെ വൃത്തിയായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇപ്പം കിഴങ്ങൊക്കെ കിടക്കുന്ന സമയമല്ലേ, ഇതേപോലെ ഒരു കിഴങ്ങ് കറി വെക്കുക. ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഒരു അപ്പം ഉണ്ടാക്കി അതിനോടെ കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ നമുക്ക് ഇഷ്ടമുള്ളത്. ഓക്കെ, കിഴങ്ങ് എടുത്തപ്പോഴേ പണ്ടത്തെ ഓർമ്മ വന്ന് ഞാൻ വിചാരിച്ചിട്ട് ഒരു കിഴങ്ങ് ഉണ്ടാക്കി കളയാം. അത് നിങ്ങളോടൊത്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ഞാൻ ആരാണെന്ന് അറിയണ്ടേ? ഞാൻ വാവാ റോയി വാവാസ് കുസിലേക്ക് ഏവർക്കും സ്വാഗതം. ആ കടുക് പൊട്ടി അതിനകത്തോട്ട് ചെറിയ ചുവന്നുള്ളി കട്ട് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് കറിവേപ്പില ഉണ്ടോ? കൊച്ചു ലീഫാണ് ഉണ്ടോ? കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് എടുക്കുന്നുണ്ട്, അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരണം. എല്ലാവരുടെയും പുതിയ വർഷമൊക്കെ എങ്ങനെയുണ്ട്? ഈ പുതിയ വർഷം എല്ലാവർക്കും അനുഗ്രഹങ്ങളുടെ വർഷമാണ്. ഓക്കെ, പ്രത്യേക വർഷമായിരുന്നത് നമ്മുടെ ഇയറിൻ്റെ അക്കങ്ങളെല്ലാം കൂട്ടി നോക്കുമ്പോൾ ഒന്നെന്നാണ് വരുന്നത്. ഓക്കെ, ഒന്നെന്നുള്ളത് നല്ലതിൻ്റെ സൂചനയാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പുതിയ വർഷം ആശംസിക്കുന്നു. ഓക്കെ, എൻ്റെ വീഡിയോയ്ക്ക് ഇടയ്ക്കൊക്കെ ഇന്ന് കാണണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് നമ്മുടെ അയ്യത്തെ കിഴങ്ങാണ്. ഇത് നമുക്കൊരു ഇത് വെച്ചൊരു കറി ഉണ്ടാക്കാം. ഒന്ന് കട്ട് ചെയ്ത് വേവിച്ചെടുക്കാം. ഓക്കെ, കിഴങ്ങ് വേകുമ്പോഴത്തേക്ക് ഇതേ 1 മുറി തേങ്ങയുണ്ട്, അതിനകത്തോട്ട് ഒരു 1/2 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. 1 പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ തക്കാളിക്ക വെക്കാം. കറിവേപ്പില വെക്കാം. ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കറി വെക്കുമ്പോൾ വെളുത്തുള്ളി ഇഞ്ചി നല്ലപോലെ ചേർക്കണം. ഓക്കെ, ഇന്നത്തെ കിഴങ്ങ് കറിക്കകത്ത് നമ്മൾ താണ്ടി ഒരു തക്കാളിയും കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. ഒരു തക്കാളിക്ക കൂടെ ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. ഇതേപോലെ നിങ്ങളൊന്ന് വെച്ച് നോക്കണേ. കിഴങ്ങ് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ വെന്ത് തുടങ്ങിയത് വൃത്തിയായിട്ട് വെന്ത് ഉണ്ടാവും. ഇത് പുരാതന കാലത്തെ ഓർമ്മ പുതുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു മത്ത. ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ഉപയോഗിക്കും, കാരണം പണ്ടത്തെ ഓർമ്മ നമുക്ക് വരാനല്ല അതിന് വേണ്ടി. പണ്ട് നമ്മൾ കടകളിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ചെല്ലുന്ന പറഞ്ഞാൽ അപ്പത്തിൻ്റെ കൂടെ അവർ നമുക്ക് കിഴങ്ങ് കറിയായിരുന്നു തരുന്നത് അല്ലേ? ഇപ്പോൾ അത് കാണാറില്ല. അപ്പോൾ ഒന്ന് അയ്യത്തുനിന്ന് കിഴങ്ങൊക്കെ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊരു കിഴങ്ങ് കറി വെച്ചാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഴങ്ങ് കറി നമുക്ക് ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് ഉടച്ചെടുക്കാം. എല്ലാം നല്ല വൃത്തിയായിട്ട് ഉടയണം. ഓക്കെ, വൃത്തിയായിട്ട് കുഴക്കണം. ഇതേപോലത്തെ മത്ത് ആരെങ്കിലും ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യണം. കടുകൊന്ന് കൊടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് അരച്ച് അരപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൊടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് ഇളക്കാം. അരപ്പും കിഴങ്ങും എല്ലാം കൂടെ അത് യോജിച്ചു ഇങ്ങനെ ഒത്തിരി വെള്ളം ആവാതെ ഇതേപോലെ ചോറിന് വേണമെങ്കിൽ നമുക്ക് ഒഴിക്കാൻ നല്ലതാണ്. ചപ്പാത്തിയുടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ കൂടുതലും ഷോർട്ട് വീഡിയോ എടുക്കുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചൊരു ലോങ് വീഡിയോ എടുത്തേക്കാം. തോന്നിയ സമയമുണ്ടായിരുന്നു. ഓക്കെ, ഈ കടുവർക്ക് നിന്നും ഓയിലിനകത്തോട്ട് കടുവ് കൊടുക്കാം. അതായത് നല്ല വൃത്തിയായിട്ട് മൂത്തും അത് നമ്മുടെ ഈ കറിയിലോട്ട് ഈ കടുവർക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങ് കറി റെഡി. ലഞ്ച് സ്പെഷ്യൽ കിഴങ്ങ് കറി. ഇനിയും ഇതേപോലെ നല്ല റെസിപ്പിയുമായി കടന്നു വരുന്നിടം വരെ ഏവർക്കും താങ്ക്സ്.